തൃശൂർ ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാനായില്ല. ഇന്നലെ കുറുവക്കടവ് സ്വദേശി ജനാർദ്ദന മേനോന്റെ വീട്ടിലെ വളർത്തുനായെ പുലി ആക്രമിച്ചു. ഒച്ച കേട്ട് തുറന്നു പോയി. ഇത് ജനല വന്ന് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ ഈ പുലി ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ വിചാരം വേറെ ഏതോ ഒരു പട്ടി വന്ന് കടിക്കണമെന്ന്. പിന്നെയും നോക്കിയപ്പോൾ പുലിയാണ്. എനിക്ക് ആകെ ശരീരം മുഴുവനും വിറച്ചിട്ടും വേണ്ടായില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. ഞാൻ ഇവനെ വിളിച്ചു. അത് കഴിഞ്ഞ് ടോർച്ചടിച്ച് നോക്കി, ഇപ്പുറത്തെ ലൈറ്റൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് ഒച്ചയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ പോയി. എന്നാലും ഇത് പോണില്ല. ഭയങ്കര ഒരു ധൈര്യത്തിൽ പിന്നെയും വിളിച്ച് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ചത്തുപോയി എന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഇവൻ തട്ടി കുറേ നേരം കഴിഞ്ഞപ്പോൾ പട്ടി എനിക്ക് വന്നു. പട്ടി ഇപ്പോൾ അതിന് പേടി മാറിയിട്ടില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് അത് ഞങ്ങൾ കാണുമ്പോൾ തന്നെ പിടിച്ച് വലിച്ച് കുടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ എന്നെ വിളിക്കും, ഞാൻ കിടന്നുറങ്ങും. ഞാൻ ഈ റൂമിലാണ് കിടന്ന് കുടഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ഉറക്കത്തിൽ നമ്മളായിരിക്കും ഏറേതെങ്കിലും പട്ടി വന്ന് കടിക്കുക. അത് കഴിയുമ്പോഴാണ് പുലിയാന്നുള്ളൊരു ഇത് വന്നു. കുറച്ചെടുത്ത് അത് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് കൊടുക്കും. അപ്പോൾ ആ പട്ടിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് പിടിച്ചൊരു പേടി മാറിയിട്ടില്ല. ഇപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ കൊണ്ടുവരാനാണ് പറഞ്ഞേക്കണേ. പുലിയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ആവശ്യപ്പെട്ടു. കൂടുതൽ RRT ഉൾപ്പെടുത്തി പരിശോധന വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഇനി ഒരു മാസമായിട്ടുള്ള RRT ടീം വന്ന് ഒരേ സമയം ഈ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിൽ പരിശോധന നടത്തി മയക്കുവെടി വെച്ച് പുലിയെ പിടിച്ച് ഈ പ്രയാസങ്ങൾ അകറ്റണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത്. മന്ത്രിയോടും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അടുത്തും ഇനി ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. കൂടുതൽ ഫോഴ്സിനെ ഇട്ട് ഒരേ സമയത്ത് ഇതിനെ കണ്ടതായിട്ട് സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ ഒരു മാസമായിട്ടുള്ള തിരച്ചിൽ നടത്തി ഇതിനെ പിടിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. സൂരജ് സജിയുണ്ട് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന്. സൂരജ്, MLA തന്നെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് പുലിയെ. വനംവകുപ്പ് ഈ ആവശ്യം പരിഗണിച്ച് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണങ്ങൾ? സൂരജ്. ഉന്മേഷ്, 2 ആഴ്ചയിലധികമായി ഈ ചാലക്കുടി അതോടൊപ്പം തന്നെ കൊരട്ടി മേഖലകളിലെല്ലാം തന്നെ ഈ പുലി നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതിനിടയിലാണ് ഈ വീട്ടുമുറ്റത്ത് തന്നെ പുലി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കിടക്കുന്ന നായക്കുട്ടിയായിരുന്നു ഈ പിടികൂടിയത്. ഇന്നലെ മുതൽ അതിനുശേഷം അവശ നിലയിലായിരുന്നു നായ. ഇപ്പോൾ വീടിനകത്ത് നിന്ന് ഇറങ്ങി ഈ മുറ്റത്തേക്ക് നായ വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വീട്ടുകാരെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും എല്ലാം വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം വീട്ടുമുറ്റത്തേക്ക് വരെ പുലി എത്തുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഈ കാണുന്ന ഭാഗത്തേക്കാണ് പുലി ഇന്നലെ രാത്രിയോട് കൂടി എത്തിയത്. അവിടെ ചങ്ങലയിൽ ഇട്ടിരിക്കുകയായിരുന്നു നായയെ. അതിന്റെ മുഖത്ത് പിടിച്ച് ഈ കടിച്ച് വലിക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ടാണ് ഈ കുടുംബാംഗങ്ങൾ പുറത്തിറങ്ങി നോക്കുന്നത്. ലൈറ്റ് ഇട്ടു ടോർച്ച് അടിച്ച് കാണിച്ചിട്ടും ഒന്നും പുലി പോകുന്നില്ല. വലിയ രീതിയിൽ ബഹളം വച്ചു. പിന്നീട് ഏറെ നേരത്തിന് ശേഷം ഇവർ ബഹളം വച്ചതോടുകൂടിയാണ് പുലി പോയത്. അതിന്റെ കാൽപ്പാടുകളടക്കം വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 സ്ഥലങ്ങളിലാണ് ഇതിനോടകം തന്നെ വനംവകുപ്പ് കൂട് വെച്ചത്. പക്ഷേ MLA പറയുന്നത് ഈ പുലിയുടെ പുറകെ നടന്ന് കൂട് വെച്ചത് കൊണ്ടായില്ല, വലിയ ഒരു മാസ് ക്യാമ്പയിനിലേക്ക്, അതായത് കൂടുതൽ ഉദ്യോഗസ്ഥരെയും RRT സംഘത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ പരിശോധനയിലേക്ക് പോകണം. ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നൊരു ആവശ്യമാണ് നിലവിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അടക്കം മുന്നോട്ട് വയ്ക്കുന്ന. ഉന്മേഷ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.